ഇസ്രയേൽ ഗാസ യുദ്ധത്തിന് ഇന്ന് 2 വർഷം പിന്നിടുമ്പോഴും ഗാസ സമാധാനത്തിലേക്ക് എത്താതെ വെന്തുരുകുകയാണ്. 2023 ഒക്ടോബർ 7-ാം തീയതി ഗാസയിലെ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ വലിയൊരു ആക്രമണം നടത്തി. ഇത് പിന്നീട് യുദ്ധമായി ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെയാണ് സ്വന്തം ജനതയെ മരണത്തിന് മുന്നിലേക്ക് തള്ളിവിട്ടത്. ഭീകരത നിറഞ്ഞ ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേൽ അന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. മാത്രമല്ല, പാലസ്തീനെ മറ്റൊരു രാഷ്ട്രമായി അംഗീകരിക്കില്ല എന്നും ഇസ്രയേൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. യുദ്ധം ആരംഭിച്ചതു മുതലുള്ള നാൾ വഴികൾ അത് പരിശോധിക്കുമ്പോൾ ഹമാസിന്റെ സ്വാർത്ഥത മൂലം ഗാസയിൽ മരിച്ചു വീണ പാലസ്തീൻ ജനതയുടെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ എണ്ണം 67,000-വും കടന്ന് മുന്നോട്ട് പോകുന്നു. എന്നാലും ഇതെല്ലാം നടന്നിട്ട് പോലും അവിടുത്തെ കുഞ്ഞുങ്ങൾ മുതൽ സ്ത്രീകളും പ്രായമായവരും അടക്കം ഹമാസിന്റെ ക്രൂരതകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നടമാടുന്ന തീവ്രവാദം ഇല്ലാതാക്കിക്കൊണ്ട് ഗാസയെ സമാധാനത്തിലേക്ക് എത്തിക്കാനാണ് ഇസ്രയേൽ ശ്രമം നടത്തുന്നത്. അതിനായി തന്നെ ഇപ്പോൾ ഈജിപ്തിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ്. ഇവർ മധ്യസ്ഥരെ വെച്ചാണ് ഈ ചർച്ചകൾ നടത്തുന്നത്. എന്തായാലും ഇതിന്റെ തൽഫലമായി ഇസ്രായേൽ സേനയ്ക്ക് പല വഴികളിലും ആക്രമണം നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിന്റെ ഒരു തീച്ചുളയിൽ വെന്തുനിറിയ 730 ദിനരാത്രങ്ങളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരുവിധ നിശ്ചയവുമില്ല. രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ യുദ്ധക്കൊതിയുടെയാണോ അതിന്റെ ആഴമറിയാതെ തന്നെ ഒരു കോൺക്രീറ്റ് കൂമ്പാരങ്ങൾക്കിടയിലും കീറിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു കൂടാരങ്ങൾക്കിടയിൽ പോലും പേടിച്ചരണ്ട് ഉറക്കം നഷ്ടപ്പെട്ട രീതിയിലാണ് അവിടുത്തെ ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. സ്ഫോടനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഒരു കേട്ട് പരിചയമായ ഇരമ്പലുകൾക്കിടയിൽ വിശപ്പിന്റെ വിളി മാത്രമാണ് ഇപ്പോൾ ഇവർ കേൾക്കുന്നത്. അവിടെ ഒരു ആഘോഷമില്ല. അതായത് പിറന്നാൾ ആഘോഷത്തിന് പകരമായി തന്നെ ശവസംസ്കാര ചടങ്ങുകൾ മാത്രമാണ് അവിടുത്തെ ഗാസയിലെ ജനങ്ങൾക്ക് കാണേണ്ടി വരുന്നത്. ഇതിനെല്ലാം പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ പറയാനുണ്ട്. ഹമാസ് അവരെ ആ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. ചേതനയറ്റ അമ്മയുടെ വയറ് കീറിക്കൊണ്ട് അനാഥത്വം പേറാൻ ഭൂമിയിൽ വിധിക്കപ്പെട്ടവരായി, അതുപോലെ മുലപ്പാൽ നുണയാൻ പോലും അവർക്ക് ഭാഗ്യം ലഭിക്കാതെ അവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. ഗാസയിലെ യുദ്ധം എന്താണ് ബാക്കി വെച്ചതെന്നൊരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതായത് അവരുടെ വീടിരുന്നയിടത്ത് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ അവർക്കൊരു വീടില്ല. എനിക്ക് അമ്മയെ വേണമെന്ന് പറഞ്ഞു കരയുന്ന 4 വയസ്സുകാരനായ ഒരു കുഞ്ഞിൻ്റെ ചിത്രങ്ങളടക്കം അല്ലെങ്കിൽ വീഡിയോകളടക്കം ഇതിനു മുൻപേ തന്നെ ഇതുപോലെ തന്നെ പുറത്തു വന്നതാണ്. താൻ ഇല്ലാതാകും വരെ ഗാസയിലെ കാഴ്ചകൾ ലോകത്തെ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തകർന്ന് ആ ഒരു വീടിൻ്റെ ശേഷിക്കുന്ന ഭാഗം അലങ്കരിച്ചു വെച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തതും മാത്രമല്ല, ഇതെല്ലാം തന്നെ ജീവനോട് അല്ലെങ്കിൽ ഈ ജീവിതത്തോട് പോരാടുന്ന ചില ജീവിതങ്ങളാണ് അവിടെ ബാക്കിയായിരിക്കുന്നത്. ഘാതങ്ങൾ നടന്നത് പരിക്കേറ്റ കുഞ്ഞു സഹോദരനും അമ്മയ്ക്കും അവിടെ വലിയ രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ അവിടെ തിക്കും തിരക്കിലും പെട്ട് അവിടെ ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ കുറേ അധികം വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾക്ക്. ആകാശമാർഗം ഇട്ടുകൊടുക്കുന്ന ഒരു പൊതികളിൽ നിന്നും ചിതറിത്തെറിച്ച അരിയും ഗോതമ്പും ഒക്കെ വാരിയെടുക്കുന്നവരെ നമുക്കവിടെ കാണാൻ സാധിച്ചു. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അവിടെ ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു തൽഫലമായിട്ടാണ്. ഇന്നും ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനം അവർ അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അവർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇസ്രയേൽ ഇപ്പോഴും ഗാസയിലേക്ക് സമാധാന അന്തരീക്ഷം കൊണ്ടുവരുവാനുള്ള എല്ലാ രീതിയിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഒരു അടി പോലും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ഭീകരർ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ബാക്കി കുറച്ചധികം 100-ൽ ഒരു 90% ഹമാസിനെയും ഇപ്പോൾ ഇസ്രയേൽ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ 10% ഇസ്രയേലിനെ ബാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നോ, ലോകത്തെ ഇനി വരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം ഹമാസ് എന്താണ് ലോകത്തോട് കാണിച്ചതെന്ന് വിളിച്ചു പറയാൻ വേണ്ടിയാണ് എന്ന് കഴിഞ്ഞ ദിവസവും യൂട്യൂബർ കൂടിയായ ആരിഫ് ഹുസൈൻ തെരുവത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു.
അതേസമയം ഇവരെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങുവാനോ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭിന്യസിപ്പിക്കാതെ തന്നെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ഇതിനിടയിൽ ആക്രമണങ്ങളെ നേരിൽ കണ്ടതിൻ്റെ മാനസിക ആഘാതം പേർന്ന ആയിരക്കണക്കിന് കുരുന്നുകളാണ് അവിടെ ഉള്ളത്. സന്നദ്ധ സംഘടനകൾ എത്തിക്കുന്ന കടലാസുകളിൽ അവർ ക്രയോൺ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്നതാകട്ടെ പൂക്കളും അരികളും സൂര്യനും അവിടെ ആ ഒരു ദൃശ്യങ്ങളൊന്നും തന്നെയല്ല, മറിച്ച് യുദ്ധ ടാങ്കുകളും വിമാനങ്ങളും ഒക്കെയാണ്. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ അതിൽ മിക്കവരും ഇതൊക്കെയാണ് കാണുന്നത്. ഗാസയിലെ 95% മരങ്ങളും അതുപോലെ തന്നെ പുൽത്തകിടികളും എല്ലാം തന്നെ യുദ്ധത്തിൽ കരിഞ്ഞു പോയിരിക്കുകയാണ്. ഈ കുരുന്നുകളുടെ ശരീരത്തിലേറ്റ മുറിവിന് സുഖപ്പെടുത്താൻ കാലത്തിന് കഴിഞ്ഞെങ്കിൽ പോലും മനസ്സിനേറ്റ മുറിവിനെ ആർക്ക് ഉണക്കാൻ സാധിക്കുമെന്നതും ഒരു ചോദ്യചിഹ്നമാണ്. 2023 ഒക്ടോബർ 7 തെക്കൻ ഗാസയിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഏതാണ്ട് 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ 67,160 പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു. അതായത് ഏകദേശം 1,69,679 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉപരോധം മൂലം ഗാസ കൊടും പട്ടിണിയിലാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ 22 ലക്ഷം ജനങ്ങളിൽ 90% ഭവനരഹിതരായി തന്നെ അവർക്ക് അവരുടെ സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇസ്രായേൽ പ്രതിനിധി സംഘങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിദേശ നയ ഉപദേഷ്ടാവ് ഓഫിർ ഖോഫ്, ബന്ദികളുടെ ചുമതലയുള്ള ഗാൽ ഹരീഷ് എന്നിവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു ഈജിപ്തിൽ നടക്കുന്ന ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല മൊസാദിലുള്ള, അതായത് ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദിലുള്ള ഉദ്യോഗസ്ഥരും ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചർച്ചകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതായത് ഗാസയിൽ വലിയ രീതിയിലുള്ള സമാധാനം കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ചർച്ചകളിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഹമാസ് ആകട്ടെ ഇപ്പോഴും ഈ ഒരു ചർച്ചയോട് വലിയ രീതിയിലുള്ള പരോക്ഷമായ ഒരു രീതിയിലാണ് ഈ ചർച്ചയെ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.